പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ പ്ലാന്റ്സുകളുടെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഓണത്തിന് മുമ്പ് ഒരു ഓണം മെഗാ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഓർഡേഴ്സ് നമുക്ക് വന്നായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ഓർഡർ പോലും നമ്മൾ അയച്ചു തുടങ്ങിയിട്ടില്ല. ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സുകളെല്ലാം ഓണത്തിന് ശേഷമായിരിക്കും അയക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ പോലും ഇതുവരെ നമ്മളോട് ചോദിച്ചിട്ടുള്ള പ്ലാന്റ്സുകൾ അയച്ചായിരുന്നു എന്നുള്ളത്. കാരണം നമ്മൾ ഡീറ്റെയിൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള കാരണം കൂടി പറയാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ പുതിയത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു സെയിൽ വീഡിയോ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം കൂടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസൺ, അതായത് ഓണം ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, ഈസ്റ്ററോ അല്ലെങ്കിൽ വിഷുയുടെ സമയമോ അല്ലെങ്കിൽ ന്യൂ ഇയറോ ക്രിസ്മസിനൊക്കെ നമ്മൾ ഈ സെയിൽ വീഡിയോ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഡിലേ, അതായത് നമ്മൾ അയക്കുന്ന സമയത്തിന് കുറച്ച് ഡിലേ. നമ്മുടെ ഈ ഒരു ചാനൽ നമ്മളിപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച വ്യാഴാഴ്ചയ്ക്കുള്ളിൽ, തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നമ്മൾ കൊറിയർ ചെയ്യാറുള്ളൂ. ആ വ്യാഴാഴ്ചയ്ക്കുള്ളിൽ ഓൾമോസ്റ്റ് എല്ലാ പെൻഡിങ്സും നമ്മൾ തീർക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പോവാറുള്ളത്. ചില സമയത്ത് നമുക്ക് മറവി പറ്റും. അതിൻ്റെ റീസണും കൂടി പറഞ്ഞുതരാം. പേയ്മെൻറ്റ്സ് സാധാരണ വന്ന സമയത്ത് ഓരോന്നോരോന്ന് അപ്പം വരുന്ന പേയ്മെൻറ്റ്സ് ഓരോന്നോരോന്ന് അപ്പം എഴുതാന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ടിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നവരുടെ റിസീവ്ഡ് എന്ന് പറയും. അവർ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ റിസീവ്ഡ് കിട്ടി, നമ്മൾ ചെക്ക് ചെയ്തിട്ട് കിട്ടിയെന്ന റിസീവ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉടനടി അഡ്രസ്സും പിൻകോഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കും. സ്ക്രീൻഷോട്ട് എടുത്ത് ഓൾറെഡി നമ്മുടെ ഗാലറിയിൽ അത് സേവ്ഡ് ആവും കേട്ടോ. എന്നിട്ട് സമയം കിട്ടുന്ന സമയത്ത് നമ്പർ ഇട്ട് ഓർഡേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെക്കാറാണ് പതിവ്. അങ്ങനെയാണ് ചെയ്യുന്നത്. ചില സമയത്ത് ഈ സ്ക്രീൻഷോട്ട് പ്രോപ്പറായിട്ട് വീഴത്തില്ല കറക്റ്റ്. കാരണം എൻ്റെ ഫോണിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. എന്നാലും നമ്മൾ പ്രോപ്പർ ചെക്കിങ് നടത്താറുണ്ട് കേട്ടോ. ഓരോ ഓർഡർ വന്നത് ഡേറ്റ് കണക്കാക്കിയിട്ട് ഓരോ ദിവസം എങ്ങനെയൊക്കെയാണ് ആരൊക്കെ എന്തൊക്കെ ചോദിച്ചതും ചോദിക്കാത്തതൊക്കെ കണക്കാക്കി നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്ത് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ചില സമയത്ത് അങ്ങനെ മറവി സംഭവിക്കുമ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് വീഴാത്തതുകൊണ്ടിട്ട് തന്നെ അവരുടെ ഓർഡർ നമ്മുടെ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരോട് പറയും, അവർ ചോദിക്കും പ്ലാന്റ് അയച്ചായിരുന്നു ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് കഴിയുമ്പോൾ ഉടനടി പിറ്റേ ദിവസം അവരുടെ പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയക്കണം. ഞാൻ പറയാം വളരെ ചുരുക്കം, അതായത് ചിലപ്പോൾ ഒരു 30, 40, 50 ഓർഡറൊക്കെ ചെയ്യുന്ന വളരെ ചുരുക്കം 1, 2 പേരുടെ കാര്യമുണ്ട് ഞാൻ ഈ പറഞ്ഞ വിട്ടുപോകുന്ന ചില കേസുകളാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരുടെ പ്ലാൻസുകൾ എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ആരുടെയും തന്നെ പെൻഡിങ് വെച്ചിട്ട് പുതിയൊരു സെയിൽ പോസ്റ്റ് ചെയ്യാറില്ല. ചില കസ്റ്റമേഴ്സ് പറയും ഞാൻ ഇന്ന ദിവസം വീട്ടിലുണ്ടാവത്തില്ല, അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങൾ അയക്കാം, ഇന്ന ദിവസം നിങ്ങൾക്ക് അയക്കാൻ പറ്റുമോ. അതായത് ഈ ഓണത്തിന് നമ്മൾ സെയിൽ വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അവർ വെക്കേഷനും കാര്യങ്ങളൊക്കെ നാട്ടിൽ പോവുകയാണ്, അപ്പോൾ നിങ്ങൾ 23-ാം തീയതി ചെയ്താൽ മതി എന്നുള്ള പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാലും നമ്മൾ പലരോടും പറഞ്ഞിട്ടുണ്ട് ഓണത്തിന് ശേഷമായിരിക്കും ചെയ്യുന്നതെന്ന്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓണത്തിൻ്റെ സമയത്തും അതുപോലെ എന്തെങ്കിലും ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും DTDCയിലായാലും സ്പീഡ് പോസ്റ്റിലാണെങ്കിലൊക്കെ ഓൺലൈൻ ഡ്രസ്സ് ഐറ്റംസിൻ്റെ ഹെവി റഷായിരിക്കും. അതായത് ഡ്രസ്സ് ഐറ്റംസ് ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും ഓൺലൈനിൽ പോകുന്നത്. അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഈ ചെടികൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് 2 ദിവസം കൊണ്ടൊന്നും കിട്ടേണ്ട ചെടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3, 4, 5 ദിവസം ചിലപ്പോൾ മിസ് റൂട്ട് അടിച്ച് പോവാം. നമ്മൾ പലതവണ വാങ്ങുന്നവരായിരിക്കാം. മിസ് റൂട്ട് അടിച്ച് പല ഭാഗത്തേക്ക് പോകാം. ചിലപ്പോൾ എന്താ പറയണേ, ഡിലേ ഡെലിവറി നടക്കില്ല, ചിലപ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നൊക്കെ പറയും. കാരണം ഇത്രയും ഡ്രസ്സിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ചെടികൾ കിട്ടുന്ന വരുന്നതുകൊണ്ടിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ തടയാൻ വേണ്ടിയിട്ടും, അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് പേയ്മെൻറ്റ് തന്നത് എന്തിനാണ്, ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും കുറച്ച് ഡിലേ ആയാലും സേഫായിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞൊരാഴ്ച, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ഒരുവിധപ്പെട്ട അയക്കേണ്ട എല്ലാവർക്കും അയച്ചു കൊടുത്തു. 1, 2 പേരുടെ മാത്രം പെൻഡിങ്, കൂടി വന്ന 2 പേരുടെ പെൻഡിങ് നിർത്തിയിട്ട് ബാക്കി എല്ലാവരുടെ അയച്ച് ഓണത്തിന് ഈ സെയിൽ വീഡിയോന് തൊട്ട് മുൻപുള്ള ഓർഡേഴ്സ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ ഫ്രീ ആണ്. കാരണം ഓണത്തിൻ്റെ സമയത്തുള്ള സെയിൽ പോസ്റ്റിൻ്റെ ഓർഡേഴ്സ് നമുക്ക് ഓണം കഴിഞ്ഞിട്ട് അയച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്. നമ്മൾ അങ്ങനെ വായി പിടിച്ച് നമ്മുടെ പെൻഡിങ് തീർക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്ലാൻസ് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ പരാതി പറയേണ്ടി വരും. അങ്ങനെ ഇതുവരെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പ്ലാന്റ് കിട്ടിയിട്ടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഡാമേജ് ആയിപ്പോയി എന്ന് ആരും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടിട്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു ചൊവ്വാഴ്ച മുതൽ ഇന്നത്തെ ദിവസം, ഇന്ന് ചൊവ്വാഴ്ച വരെ നമ്മൾ ആർക്കും തന്നെ കൊറിയർ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ നാളെ മുതൽ നമ്മൾ ഓണം സെയിലിൻ്റെ ഓർഡേഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നാളെയും മറ്റന്നാളും നമ്മൾ മാക്സിമം അയച്ചു തീർക്കട്ടെ. നമ്മുടെ എഫേർട്ടിൻ്റെ പരമാവധി നമ്മൾ അയച്ചു തീർത്തിട്ട് ബാക്കി വരുന്ന പറഞ്ഞിരിക്കുന്ന കസ്റ്റമേഴ്സ് 23-ാം തീയതിക്ക് ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു അടിപൊളി സെയിൽ വീഡിയോ ഇട്ട് വരും. ഒത്തിരി പ്ലാൻസുകളൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്.
അപ്പോൾ നമുക്ക് ഇത്രയും ദിവസം ഗ്യാപ്പ് കിട്ടിയോണ്ട് തന്നെ ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്ത് കളയാണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റിങ് നടത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇതുണ്ടോ ഈ ഇരിക്കുന്ന കാണുന്ന ട്രേസ് എല്ലാം പെറ്റൂണിയ പ്ലാന്റുകളാണ്. ഒരു ദിവസം പോലും നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ. മാക്സിമത്തിൽ നിന്നിട്ട് നമ്മൾ ഒരുപാട് പ്ലാന്റ്സുകൾ നട്ടുവെച്ചു. കോളീസ് പ്ലാന്റ്സ് ഒക്കെ കണ്ടോ ഒരുപാട് പോട്ടിൽ ഒക്കെ സെറ്റ് ചെയ്ത് അന്ന് നമ്മൾ വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ രണ്ടാമത് ഞാൻ കുറച്ച് കളേഴ്സും കൂടി ഓർഡർ ചെയ്തിട്ട് അതെല്ലാം കണ്ടോ രണ്ടാമത് ഓരോന്നിലും 2 ചെടികൾ വീതം കുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം പോട്ടിൻ്റെ ഷോർട്ടേജ് കൊണ്ടിട്ടാ ഈ വലുപ്പത്തിലുള്ള പോട്ട് വേണമല്ലോ. അപ്പോൾ രണ്ടാമത് പിന്നെ ഞാൻ കുത്തി കൊടുത്തു. പിന്നെ കുറേ പെറ്റൂണിയാണ് ഈ പ്രാവശ്യം കേട്ടോ. പെറ്റൂണി കുറേ നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ട്രേസൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. അതായത് നമ്മളൊരു 28 പ്ലാന്റൊക്കെ പോട്ട് ചെയ്യണം ഇതിൽ നട്ടു കൊടുത്തിട്ട് കണ്ടോ വളരെ ചുരുക്കമൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത് ക്ലൈമറ്റിന്. ബാക്കിയെല്ലാം ഡാമേജ് ആയിപ്പോയി കണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ചെടികൾ നട്ട് കൊടുക്കുന്നതോറും ഒരുപാട് ഡെവലപ്പായി വരും. അപ്പോൾ ഇതുണ്ട് ഈ ഒരു ട്രൈയിൽ നമുക്കൊരു 10-20 പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ഒരു 8 പോയിട്ടേ ഉള്ളൂ. ഇത് ടൈഡൽ വേവിൻ്റെ ബ്ലൂ ആണ്. അപ്പോൾ കുറച്ചധികം പ്ലാന്റ്സ് റെഡിയാക്കി എടുക്കണം. ഞാൻ പറഞ്ഞില്ല കുറേയൊക്കെ നമ്മൾ നട്ട് വെച്ച് കുറേയൊക്കെ നശിച്ചു പോകും. എങ്കിലും തുടരെ നമ്മൾ നട്ടുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ ഓർഡേഴ്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. അത് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പിങ്ക് ലേഡിയുടെ പ്ലാന്റാണ്. പുതിയ ടൈപ്പ് കലാത്തിയേഴ്സാണ്. അതാ നമ്മുടെ ഒരുപാട് ഫോളിയേജ് ആന്തൂറിയംസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുണ്ട് മദർ പ്ലാന്റ് കണക്കിയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊക്കെ ഷോർട്സിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കേട്ട് അപ്ഡേറ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട് ഒരുപാട് പ്ലാന്റ്സൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. സ്റ്റാഗ് ഹോൺ ഫേണിൻ്റെയൊക്കെ നല്ല അടിപൊളി പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഇതുണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റാണ്. കലമാൻ്റെ കൊമ്പ് പോലെ ആയിരിക്കും ഇതിൻ്റെ ഇത് നിൽക്കുക. ഇതിൽ നിന്നൊക്കെ ഒരു തൈ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ഒരു ചട്ടിയിൽ ഇത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ശരിക്കും ഒരു വുഡിലോട്ടൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വലിപ്പം വയ്ക്കട്ടെ. പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ടിട്ടാണ് ഈ ഒരു ഷെല്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ കുറേ ടൈം എടുക്കും കേട്ടോ നമുക്ക്. അപ്പോൾ അത്യാവശ്യം വലിയൊരു പ്ലാന്റാണിത്. അപ്പോൾ വുഡിലോട്ട് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ട ബേബി പ്ലാന്റ്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് എൻ്റെ പെൻഡിങ് തീർക്കണം. അതായത് ആ വന്നിരിക്കുന്ന ഓർഡേഴ്സ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു 55 അല്ലെങ്കിൽ 75% തീർത്തിട്ടായിരിക്കും നമ്മൾ അടുത്ത സെയിൽ പോസ്റ്റ് ചെയ്യുന്നത്. പ്ലാന്റ്സുകൾ എല്ലാം സ്റ്റോക്കിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ അത് തീർത്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഒരു പോസ്റ്റ് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പിന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.